ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഷുവർ ടോപ്പിക്സ് എന്ന് പറയുന്ന നിങ്ങൾ പഠിക്കേണ്ടുന്ന മസ്റ്റായിട്ട് ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആരെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമുക്ക് കമൻറ്റ് സെക്ഷനിലും അതേപോലെ തന്നെ മെസ്സേജായിട്ടും കുറച്ച് ആളുകൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമോ, അല്ലെങ്കിൽ എന്താണ് ഷുവർ ടോപ്പിക് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ക്ലാസ് എടുത്ത് തരുമോ എന്നൊക്കെ 2-3 ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിലൂടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ടെസ്റ്റല്ല, അതൊരു ബോർഡാണ്, ബോർഡിൻ്റെ എക്സാമാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സാലറി ആയിരിക്കും. പിന്നെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പെൻഷൻ ഉണ്ടാവില്ല, ആകെ PF മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പെൻഷൻ എന്ന് പറയുന്ന സംഭവം ഈ ഒരു ബോർഡ് എക്സാംസിന് ഉണ്ടാവില്ല, PF ആണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ സാലറി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം ആവറേജ് ആയിട്ട് നമുക്ക് പറയുമ്പോൾ 35,000 എബവ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ബേസിക് സാലറി. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പുതിയ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതും അതിൻ്റെ എക്സാം നടത്തുന്നത്, അതായത് മെയിനായിട്ടും പ്രിലിംസും മെയിൻസും അടങ്ങുന്ന 2 സ്റ്റേജ് എക്സാംസ് ആണ് ഉണ്ടായിരിക്കുക. നമുക്കറിയാം ഇതുവരെ നടന്നിട്ടുള്ള ആ ഒരു ലെവലിലൊക്കെ തന്നെയായിരിക്കും നടത്തുന്നുണ്ടാവുക. അതേപോലെ തന്നെ പ്രിലിംസ് എക്സാം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും സോർട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആളുകളെ മെയിൻസ് എക്സാമിലേക്ക് പരിഗണിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് എക്സാമും ഉണ്ടായിരിക്കും. അതിനുശേഷം പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൽ നിന്നുമായിരിക്കും നമ്മുടെ ആളുകളെ എടുക്കുക. അതായത് ജൂനിയർ അസിസ്റ്റൻറ്റ് ആയിട്ട് എടുക്കും, പിന്നെ അതേപോലെ കാഷ്യർ, ക്ലർക്ക് ആൻഡ് ടൈം കീപ്പർ, ഇത്രയും പോസ്റ്റുകളിലേക്കാണ് മെയിനായിട്ടും ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാം നടത്തുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഏകദേശം 2025 ഡിസംബറോടുകൂടി തന്നെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. അതേപോലെ തന്നെ 2026 ഏപ്രിൽ മെയ്യോടുകൂടി തന്നെ പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും. കണ്ടക്ട് ചെയ്യുന്ന പ്രിലിംസ് എക്സാം വഴി സോർട്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നും മെയിൻസ് എക്സാം നടത്താൻ ഏകദേശം അവരെടുക്കുന്നത് 2026 സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറോട് കൂടിയിട്ടായിരിക്കും. ഓക്കെ, 2026 സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറോട് കൂടിയിട്ട് മെയിൻസിൻ്റെ എക്സാം നടക്കും. ഇനി അത് കഴിഞ്ഞതിന് ശേഷമുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2027 മാർച്ചോടുകൂടി ഏകദേശം അവർ ഇടുന്നതായിരിക്കും. ഇനി ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും അപ്പോയിൻമെൻറ്റ് നടത്തുക 3 വർഷത്തേക്കാണ്. ഓക്കെ, അപ്പോൾ 2027 മാർച്ചിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. അതിൽ നിന്നും ഏകദേശം അടുത്ത 3 വർഷത്തേക്ക് ഈ ഒരു ലിസ്റ്റ് കാലാവധി ഉണ്ടായിരിക്കുകയും ചെയ്യും. നമുക്കറിയാം, മുന്നേ ഉള്ള എക്സാംസിൽ നിന്നും ഒക്കെ ഏകദേശം 4000+ കാൻഡിഡേറ്റ്സിനെയാണ് ഇവർ ഈ ജോലിയിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിലുള്ള ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഷുവർ ടോപ്പിക്സ് എന്ന് പറയുന്ന നിങ്ങൾ പഠിക്കേണ്ടുന്ന മസ്റ്റായിട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്തു പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡൗട്ട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വെറുതെ പറഞ്ഞു കൊടുക്കരുതല്ലോ. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. സോ ഞാൻ കുറച്ചധികം റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ മെയിനായിട്ടും ഉൾപ്പെടുത്താനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഷുവർ ടോപ്പിക്സ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കഴിഞ്ഞ കുറേ എക്സാമിൽ, അതായത് നമ്മുടെ 2021, ഓക്കെ, 2021 ഈ ഒരു PSC എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് ആയിട്ടുണ്ടെങ്കിൽ മെയിൻസ്, അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിംസ് മെയിൻസ്, 12th ലെവൽ പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള കുറച്ച് എക്സാംസിൽ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ടോപ്പിക്സിൽ നിന്നും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ആദ്യം തന്നെ പറഞ്ഞു തരാം. നിങ്ങൾ എഴുതി വെക്കണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക ആൻഡ് ജസ്റ്റ് റൈറ്റ് ഡൗൺ ദി ഹോട്ട് ടോപ്പിക്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് കേരളത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ കേരള എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ടും നമ്മുടെ ഹിസ്റ്ററി ഭാഗത്ത് വരുന്നത് ഡച്ച്, പോർച്ചുഗീസ്, ഓക്കെ, ഡച്ചുകാരെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട്, പിന്നെ വിദേശ സഞ്ചാരികളും അവരുടെ കൃതികളും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് മെയിനായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. ഇനി അതുകൂടാതെ മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ഈ 2 രാജാക്കന്മാരെയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ടത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. ഡച്ചുകാർ, പോർച്ചുഗീസ് മസ്റ്റായിട്ട് നോക്കണം. അതേപോലെ വിദേശ സഞ്ചാരികളും കൃതികളും നോക്കണം. പിന്നെ മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ഇവർ 2 പേരാണ് പ്രത്യേകം നോക്കേണ്ട രാജാക്കന്മാർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് നോക്കേണ്ട എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്.
ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ കംപ്ലീറ്റ് നോക്കുക, എന്നാൽ മാർത്താണ്ഡവർമ്മയ്ക്ക് സ്വാതി തിരുനാളിനും ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാനായി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ശ്രീധരമേനോൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്തായാലും റെഫർ ചെയ്തേക്കണം. എസ്പെഷ്യലി ഈ ടോപ്പിക്സ് നിർബന്ധമായിട്ടും ആദ്യം തന്നെ പഠിച്ചു വെച്ചേക്കുക, അതിനുശേഷം മാത്രം ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിലിംസ് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും ഈ ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിലെടുക്കുക, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നിന്നും പഠിക്കുക, അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യുക. ഓക്കെ, ഇനി ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഭാഗം തന്നെ ഈ ശ്രീധരമേനോൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ റെഫർ ചെയ്ത് പഠിക്കുക, റാങ്ക് ഫയൽസും ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. കേരളത്തിൻ്റെ ഭാഗത്തിൽ നിന്നും വരുന്നത് മെയിനായിട്ടും ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, അതേപോലെ തന്നെ വിദേശ സഞ്ചാരികളും അവരുടെ കൃതികളും, പിന്നീട് വരുന്നത് മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ആൻഡ് ലാസ്റ്റ് വരുന്നത് ഐക്യ കേരള പ്രസ്ഥാനം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ കേരളത്തിൽ നിന്നും വരുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് കടക്കാം. ഇന്ത്യയിൽ മെയിനായിട്ടും ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അക്ബർ. ഓക്കെ, അദ്ദേഹത്തെക്കുറിച്ച്, ആ അക്ബർ എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് സ്വാതന്ത്ര്യ സമരം. ഓക്കെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അവിടെ കുറേ വർഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അവിടെ വല്ല മ്യൂട്ടിനികൾ, ചെറിയ ചെറിയ കലാപങ്ങൾ, കാര്യങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിൻ്റെ വർഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ക്രോണോളജിക്കൽ ഓർഡർ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ റാങ്ക് ഫയൽസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഓൾറെഡി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മുടെ +1 +2 ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിലാണ് മെയിനായിട്ടും ഇവരെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുള്ളത്, അതുകൂടി റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് അടുത്തത് നമുക്ക് വേൾഡ് ഹിസ്റ്ററി നോക്കാം. വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ ഒരുവിധം എല്ലാ എക്സാംസിലും കാണുന്ന ഒരു ഭാഗമാണ് ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് റെഫർ ചെയ്യുന്നത് ആദ്യം റാങ്ക് ഫയൽ റെഫർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ കൂടിയിട്ടൊന്ന് റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വേൾഡിൽ വരുന്ന ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് വിപ്ലവമുണ്ട്, അമേരിക്കൻ വിപ്ലവമുണ്ട്. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. +2ൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ഇന്ത്യൻ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ +2ൻ്റെ, അതിൽ മഹാത്മാഗാന്ധി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, +2ൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്തുണ്ട്, മഹാത്മാഗാന്ധി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. അതിൽ ഈ ഒരു ഏരിയ വരുന്നുണ്ട്. അതേപോലെ തന്നെ +2 കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾ കേരള ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ വരുന്നത് കൂടുതൽ റെഫർ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഹിസ്റ്ററി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് ജോഗ്രഫിയാണ്. ഓക്കെ, ജോഗ്രഫിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ നിർബന്ധമായിട്ടും നോക്കിയിരിക്കേണ്ട ടോപ്പിക്കാണ് പശ്ചിമഘട്ടവും നദികളും എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, പശ്ചിമഘട്ടവും നദികളും എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇന്ത്യയുടെ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ അത് നദികൾ വരുന്നുണ്ട്, ഉത്തരപർവ്വത മേഖല വരുന്നുണ്ട്, ചുരങ്ങൾ വരുന്നുണ്ട്, മണ്ണിനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നദികൾ, ഉത്തരപർവ്വത മേഖല, ചുരങ്ങൾ, മണ്ണിനങ്ങൾ, ഇത്രയും ഭാഗങ്ങളാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി വേൾഡിലേക്ക് വരുമ്പോൾ അത് എർത്ത് സ്ട്രക്ചർ വരുന്നുണ്ട്, അറ്റ്മോസ്ഫിയർ വരുന്നുണ്ട്, റോക്സ്, മാപ്സ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് അവിടെ നോക്കേണ്ടത്. എന്തൊക്കെയാണ് വേൾഡിൽ വരുമ്പോൾ എർത്ത് സ്ട്രക്ചർ, അതായത് ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഒരു പ്രത്യേകം ടോപ്പിക് തന്നെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുക. പിന്നെ അറ്റ്മോസ്ഫിയർ, ഓക്കെ, അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതേപോലെ റോക്സ്, പാറകൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്, മാപ്പുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വേൾഡ് ജോഗ്രഫിയിൽ നോക്കിയിരിക്കണം, നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. ഇനി ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് +1ൽ ഏത് ടെക്സ്റ്റാണ് റെഫർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഈ ഒരു ജോഗ്രഫി ഏരിയ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് മെയിൻലി റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് +1ൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, +1ൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ഇൻറ്റീരിയർ ഓഫ് എർത്ത്, അതേപോലെ മിനറൽ ആൻഡ് റോക്സ്, പിന്നെ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും റെഫർ ചെയ്യേണ്ടത്. ഓർത്ത് വെച്ചേക്കുക, +1ൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്.
അപ്പോൾ ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തിൽ ഇൻറ്റീരിയർ ഓഫ് എർത്ത് ഉണ്ട്, പിന്നെ മിനറൽ ആൻഡ് റോക്സ് ഉണ്ട്, കമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി വരുന്നത് ഇതേപോലെ തന്നെ ഈ നദികളും കാര്യങ്ങളും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ +1 തന്നെ ഇന്ത്യൻ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ലൊക്കേഷൻ അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം, ഈ 2 ഭാഗങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, ലൊക്കേഷനും നോക്കണം, അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്ന 2 പോർഷൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചേക്കുക. ഇനി നിങ്ങൾക്ക് മാപ്പിനെ കുറിച്ച് പഠിക്കണ്ടേ? അപ്പോൾ മാപ്പിനെ കുറിച്ച് പഠിക്കാനായിട്ട് +1 തന്നെ അവിടെ ഒരു പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് വരുന്നുണ്ട്. +1 ടെക്സ്റ്റ് ബുക്കിൽ പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ സമഗ്രയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഈ പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് ആയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് സമഗ്രയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. അതിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാപ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻട്രൊഡക്ഷൻ ടു മാപ്സ് എന്ന് പറയുന്ന ഭാഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വരുന്നത് എക്കണോമിക്സ് ആണ്. ഓക്കെ, എക്കണോമിക്സ് ആണ് അടുത്ത വരുന്ന ഭാഗം. അതിൽ നാഷണൽ ഇൻകത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, GST കുറിച്ച് പഠിക്കാനുണ്ട്, നീതി ആയോഗ്, ടാക്സ്. അപ്പോൾ ഇതിൽ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ അവിടെ GDP, NNP പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ നാഷണൽ ഇൻകം പോർഷനിൽ വരുന്നത് GDP, NNP അതേപോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും. പിന്നെ സെക്കൻഡ് GST ആണ്. അപ്പോൾ GSTയുടെ കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ GST കൗൺസിലിനെ കുറിച്ച് പഠിക്കണം, പിന്നെ ടാക്സ് എന്താണെന്നുള്ളത് പഠിക്കണം, പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ റാങ്കിങ് ഉണ്ടല്ലോ, GST റാങ്കിങ് ഉണ്ടല്ലോ, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ GSTയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചേക്കുക. ഓക്കെ, നീതി ആയോഗിലും ഈ പറഞ്ഞതുപോലെ തന്നെ റാങ്കിങ് പഠിക്കണം. നീതി ആയോഗ് പ്രകാരം ഏത് സംസ്ഥാനത്തിനാണ് ഇന്നത് അങ്ങനെയുള്ളതുണ്ടല്ലോ, അപ്പോൾ അത് റാങ്കിങ് പഠിക്കണം. അതേപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകൾ, നീതി ആയോഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് കുറേ എണ്ണം പുതിയതൊക്കെ വരും. അപ്പോൾ ഇവിടെയൊക്കെ കറണ്ട് അഫെയർസ് കൂടി ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ലാസ്റ്റായിട്ട് ടാക്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ടാക്സുകൾ എങ്ങനെയാണ്, എന്താണ്, എന്തിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഏത് കൺട്രിയാണ് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെച്ചേക്കുക ടാക്സിനെ കുറിച്ച്. പിന്നെ അതേപോലെ തന്നെ നിലവിലുള്ള ടാക്സ് റേറ്റുകളും ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ആ സ്ലാബുകൾ തരുമല്ലോ, ഇത്ര പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റ്, നമ്മൾ 4% പഠിക്കുന്നില്ലേ GSTയിൽ. അതായത് ഇപ്പോൾ GSTയുടെ സ്ലാബ് ഉണ്ടല്ലോ, നമ്മുടെ 5%, 12%, 18% ആൻഡ് 28% എന്ന് പറയുന്ന 4 സ്ലാബുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഇല്ലാത്തത് അല്ലെങ്കിൽ എക്സ്ട്രാ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇല്ലാത്തത് കൊടുക്കാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ടാക്സിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ പറയാം. ഇനി ഇതൊക്കെ വരുന്ന ഈ എക്കണോമിക്സിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം വരുന്ന NCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ മാക്രോ എക്കണോമിക്സ് ടെക്സ്റ്റ് എടുക്കുക, അതിൽ നാഷണൽ ഇൻകം കൗണ്ടിങ്. ഓക്കെ, നാഷണൽ ഇൻകം കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ മണി ആൻഡ് ബാങ്കിങ്, അതേപോലെ തന്നെ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമി. ഓക്കെ, ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമി എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി സിവിക്സിൽ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സിവിക്സിൽ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ RTIയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതാണ്, അതിന് ഏതൊക്കെ അംഗീകാരം കിട്ടി, ഏതൊക്കെ അംഗീകാരം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കണം. അതേപോലെ തന്നെ പോക്സോ ആക്ട്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, എന്താണ് സിവിക്സിൽ ഇന്ത്യൻ സിവിൽ സർവീസ്, RTI, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പഠിക്കുക, ആൻഡ് പോക്സോ ആക്ടിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ PSC എക്സാംസിലെ എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാംസിന് നിർബന്ധമായിട്ടും വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഭരണഘടനയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു ഭാഗമാണ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഭരണഘടന ഭേദഗതി എന്ന് പറയുന്ന അമെൻമെൻറ്റ്സ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ടൈപ്സ് ഓഫ് അമെൻമെൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ അവിടെ എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് നോക്കണം. അപ്പോൾ മെജോറിറ്റിയാണ്, സിമ്പിൾ മെജോറിറ്റിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ 42nd അമെൻമെൻറ്റ്, 44th അമെൻമെൻറ്റ്, 73rd, 74th ആൻഡ് 106th അമെൻമെൻറ്റ്സ് നിർബന്ധമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇടവിടാതെ പഠിച്ചു വെച്ചേക്കുക, നിർബന്ധമാണ്. പിന്നീട് വരുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സും റിട്ട്സും. ഓക്കെ, അമെൻമെൻറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പിന്നെ റിട്ടുകൾ, അതും ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പിന്നെ DPSP, നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന പോർഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിക്കാനായിട്ട് NCERTയിൽ കവർ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത്
+1 പൊളിറ്റിക്കൽ സയൻസാണ്. ഓക്കെ, +1 പൊളിറ്റിക്കൽ സയൻസിലാണ് നിങ്ങളിത് റെഫർ ചെയ്യേണ്ടത്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. അതേപോലെ തന്നെ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ഇൻ ദി ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്, ചാപ്റ്റർ ഉണ്ട്. ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ എത്തിയും. ഇനിയുള്ളത് നമുക്ക് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അത് 3 ഇതിൽ മെയിനായിട്ടും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്സിൽ യുനെസ്കോ അംഗീകരിച്ച കലാരൂപങ്ങൾ അടിക്കടി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യുനെസ്കോ അംഗീകരിച്ച കലാരൂപങ്ങൾ ഏതാണ് എന്നുള്ളത് അടിക്കടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അവിടെ നിന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചേക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രശസ്ത കലാരൂപങ്ങൾ ഏതാണെന്നുള്ളതും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ പ്രശസ്ത കലാരൂപങ്ങൾ ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി സ്പോർട്സിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ. ഓക്കെ, ഓരോ ടേംസ് ഉണ്ടാവും. ആ ടേംസ് നിങ്ങൾക്ക് തരും. ഇത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ചോദിക്കും. അത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രധാന കായിക താരങ്ങൾ ആരൊക്കെയാണ്. ഓക്കെ, പ്രധാനപ്പെട്ടിട്ടുള്ള, അതായത് ഒരു ചില പ്രത്യേക ഇനങ്ങളിൽ മികവ് പുലർത്തിയിട്ടുള്ള കുറച്ചൊക്കെ പ്രധാന കായിക താരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതേപോലെ തന്നെ ഒളിമ്പിക്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചേ. ഇനി വരുന്നത് ലിറ്ററേച്ചറാണ്, അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്ന ഭാഗം. അതിൽ കൃതികൾ കർത്താവ് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. അതേപോലെ തന്നെ തൂലികാനാമങ്ങൾ നിർബന്ധമാണ്. പിന്നെ ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമകൾ. മലയാള സിനിമ എന്ന് പറയുന്ന ഏരിയയിൽ കുറച്ച് ചെറിയ രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. PG ആൻ്റണി ആയിട്ടുണ്ടെങ്കിലും പിന്നെ പല പല ഏരിയയിൽ പല പല ആളുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഭാഗം നോക്കി വെച്ചേക്കുക. പിന്നെ IT ആണ് പിന്നീടുള്ളത്. IT വരുന്നത് മെമ്മറി, നെറ്റ്വർക്ക്, IT ആക്ട്, ഇതൊക്കെ നിർബന്ധമായിട്ട് ആദ്യം തന്നെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. മെമ്മറി എന്ന് പറയുമ്പോൾ ആ മെമ്മറിയുടെ ടോപ്പിക്ക് മാത്രമല്ല, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല പോർഷൻസ് ടെക്സ്റ്റിൽ വേറെ ഉണ്ടായിരിക്കും. അതുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. പിന്നെ അതേപോലെ തന്നെ നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ്, പലതരത്തിലുള്ള നെറ്റ്വർക്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. പിന്നെ IT ആക്റ്റും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വരുമ്പോൾ അതിൽ ISRO നിർബന്ധമായിട്ടും പഠിക്കണം. ISROയിൽ ന്യൂ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിലായിട്ടുണ്ടെങ്കിലും എല്ലാ പോർഷൻസിലും വരുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ നാസയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് കൂടിയിട്ട് ഈ ഒരു പോർഷൻസിൽ നിന്നും വരുന്ന കറണ്ട് അഫയേഴ്സ് എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടാതെ പിന്നെ വരുന്നത് മാത്സ്, ഇംഗ്ലീഷ് എന്നുള്ള ചെറിയ ഭാഗങ്ങൾ, പിന്നെ മലയാളം ചെറിയ രീതിയിൽ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഡെയിലി ഈ ടോപ്പിക്കിൻ്റെ കൂടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങളെ റാങ്ക് ഫയൽ തറോ ആക്കിയിട്ട് പഠിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വിഷയങ്ങൾ എന്തായാലും അല്ലെങ്കിൽ വീഡിയോസ് എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.